ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അകന്നുനിന്ന പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ കൂടെ കൂട്ടി രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് അധികാർ യാത്രയുടെ ഉജ്ജ്വല സമാപനം നടന്നിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. ഓഗസ്റ്റ് 17 തുടങ്ങി 16 ദിവസം നീണ്ട യാത്ര ബീഹാറിലെ 25 ജില്ലകളിലൂടെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 1300 കിലോമീറ്റർ സഞ്ചരിച്ച് ബീഹാർ ജനതയെ ചേർത്ത് പിടിച്ച യാത്രയായിരുന്നു. ബീഹാറിലെ വോട്ടപ്പട്ടികയിൽ നിന്നും തീവ്ര പുനഃപരിശോധനയിൽ പുറത്താകുന്ന ലക്ഷ്യങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള യാത്ര ജനങ്ങളിലും സഖ്യകക്ഷികളിലും ഉണർത്തിയ ആത്മവിശ്വാസം ചെറുതല്ല. ബീഹാറിലെ മണ്ണിനെക്കുറിച്ച്, ബീഹാറിന്റെ മതനിരപേക്ഷ നിലപാടുകളെക്കുറിച്ച് നേതാക്കൾ വാചാലരായതും യാത്രയിൽ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഭരിക്കുന്ന JDU-വിനും BJP-ക്കും കേരളത്തിൽ നിന്നൊരു ആയുധം നൽകൽ. BD-യും ബീഹാറും ബിയിൽ തുടങ്ങുന്നു, അതിനെ ഇനി പാപമായി കണക്കാക്കാനാകില്ല എന്ന എക്സ്പോസ്റ്റ് GST നിരക്കിൽ BD-ക്കുള്ള കുറവിനെ പരിഹസിച്ചായിരുന്നു. പക്ഷെ അത് ബീഹാർ ജനതയെ അപമാനിക്കുന്നതെന്ന് രാഹുലിനൊപ്പം ഉടനീളം സഞ്ചരിച്ച തേജസ്വി യാദവിനും പറയേണ്ടി വന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ നിലപാടുയർത്തി മുന്നോട്ടു പോകുമ്പോൾ തല കുനിപ്പിക്കാനുള്ള നടപടികൾ ഇങ്ങ് കേരളത്തിൽ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ BD വിവാദം. BD-യും ബീഹാറും മാത്രമല്ല, ബൽറാമും ബിയിലാണ് തുടങ്ങുന്നത്. ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്നും ബൽറാം ഒഴിയുമ്പോൾ BD പോസ്റ്റ് ആരുടെ തലയിൽ ഉദിച്ചത് എന്ന് അറിയണ്ടേ? പുകഞ്ഞു പുറത്തോ എന്നതാണ് ചോദ്യം. കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, BJP പ്രതിനിധി VS ജിതിൻ ദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. N. ശ്രീകുമാർ, ഇപ്പോൾ ബൽറാം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്നും ഒഴിയുന്നു, അല്ലെങ്കിൽ ഒഴിയാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ദേശീയ തലത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണല്ലോ ഈ വോട്ടർ ആധാർ യാത്ര. അത് എത്രത്തോളം ജനപിന്തുണ നേടിയെടുത്ത ഒരു യാത്രയായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയ യാത്രയായിരുന്നു. അതിനെ ദേശീയ തലത്തിൽ തന്നെ ഇകഴ്ത്തുന്ന രൂപത്തിൽ ഇവിടെ നിന്നും ഒരു പോസ്റ്റ് പോവുകയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ ശ്രീമതി സ്മൃതി, അത്തരമൊരു പോസ്റ്റ് KPCCയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അതിന് പ്രോത്സാഹനം നൽകുന്ന നടപടികൾക്ക് വേണ്ടിയാണ് ഈ IT സെൽ രൂപീകരിച്ചത്. AICC ചെയ്യേണ്ട കാര്യം KPCC ചെയ്യാൻ തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടാകും. എന്തായാലും KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഇക്കാര്യം വളരെ കൃത്യമായിട്ട്, അതായത് ഒരു വളച്ചൊരിക്കലും ഇല്ലാതെ പറഞ്ഞു, അതൊരു വീഴ്ച പറ്റിയതാണ്, അത് തിരുത്തി അക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളുമെന്ന്. സ്മൃതി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിൽ 1977 ബെൽച്ചിയിൽ ഇന്ദിരാഗാന്ധി നടത്തിയൊരു യാത്രയുണ്ട്. ഒരു ആഗസ്റ്റ് മാസത്തിലായിരുന്നു. അന്ന് ബീഹാർ ജനത പറഞ്ഞത്, പട്ടിണി കിടന്നാലും ഞങ്ങൾ ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിക്കുന്നതാണ്. രാഹുൽ ഗാന്ധി ഇവിടെ ഈ വോട്ടധികാർ യാത്ര നടത്തിയത് സെപ്റ്റംബറിലാണ്. ഒരു മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ അദ്ദേഹം പറഞ്ഞത് ദരിദ്രൻ്റെ വോട്ടും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. 50 ലക്ഷം വോട്ടുള്ളവർ 50 ലക്ഷത്തോളം വോട്ടുള്ളവർ 65 ലക്ഷത്തോളം വോട്ടുള്ളവർ പുറത്തു പോയത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. പരാജയമായിരുന്നു. മാത്രമല്ല, ബീഹാറിൽ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ സഖ്യം കേരളത്തിലെ CPM-ൻ്റെ കേരളത്തിൽ നിന്നുള്ള നേതാവായ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്കടക്കം ആദ്യം മാറി എന്നെങ്കിലും അവസാനം പോകേണ്ടി വന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയ്ക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം ജീപ്പിൽ സഞ്ചരിക്കാൻ തോന്നി. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ യാത്രയുടെ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഒരു പരിണിത ഫലം നവംബറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാവുക. അത്രയും ആവേശവും സംതൃപ്തിയും ഒക്കെ നൽകിയ ഒരു യാത്രയ്ക്ക് ചെറുതായിട്ടല്ല വലുതായിട്ട് മുറിവേൽപ്പിച്ച ഒരു സംഗതിയാണിത്. ഇതിൽ ഞാൻ ഇവരെ ദോഷം പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു തെറ്റുപറ്റിയെന്ന് വെച്ചാൽ കാരണം നമ്മുടെ ഈ GST-യെ 5-8 വർഷം മുമ്പ് രൂപീകരിച്ച ശേഷം അത് കുറച്ച് ലളിതമാക്കി കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ വിജയം തന്നെയാണ് ഈ ലളിതമാക്കൽ. അതിൽ തന്നെ ഈ BD സിഗരറ്റ്, ലഹരി ഉൽപ്പന്നങ്ങൾക്കൊക്കെ അതിൻ്റെ തീരുവയൊക്കെ അതിൻ്റെ GST കുറച്ച് കൊണ്ടുവന്നപ്പോൾ അതിൽ പുകയില ഉൽപ്പന്നങ്ങളിൽ തന്നെ BD-ക്കൊരു 20% ഇരട്ടി 40-ൽ നിന്നത് അങ്ങനെ എങ്ങോട്ടാണ് കണക്ക്. ആ കണക്കൊന്നും ഇവിടെ പ്രസക്തമല്ല. പക്ഷേ അത് ബീഹാറിലെ കണ്ടിട്ടാണ് എന്ന് പറയേണ്ട കാര്യം സത്യത്തിൽ KPCC-ക്കില്ല. ഇനി അഥവാ അങ്ങോട്ട് പോസ്റ്റ് ഇടുകയാണെങ്കിൽ തന്നെ അത് AICC-യുടെ പരിഗണനയ്ക്ക് വെക്കണം. ഇതിൽ ഞാനൊരു കാര്യം പറയാം. പുറത്ത് നമ്മളധികം എല്ലാവർക്കും അറിയാം, പക്ഷേ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം പറയാം. ഇതിനു മുമ്പ് KPCC-ത്തെ ഈ ഡിജിറ്റൽ മീഡിയ സെല്ല് തയ്യാറാക്കിയ ചില പോസ്റ്റുകളെ AICC അംഗീകരിച്ചു.
അത് ഈ പോസ്റ്റായിട്ട് വന്ന ശേഷമാണ് AICC അംഗീകരിച്ചത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന അറിയാമല്ലോ, രാഷ്ട്രീയം അറിയുന്നവരാണ്. പക്ഷെ അവർക്ക് സമകാലിക രാഷ്ട്രീയത്തിൽ AICC എടുക്കുന്ന എല്ലാ നിലപാടുകളും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശ്രീ ശ്രീകുമാർ, അതെങ്ങനെ അംഗീകരിക്കാനാവും? കാരണം ഇത് ദേശീയ തലത്തിൽ തന്നെ BJP-യെ ഭരണപക്ഷ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു യാത്രയാണ്. ആ യാത്ര എങ്ങനെയാണ് തുടങ്ങിയത് എന്നുകൂടി ഉണ്ടല്ലോ. വോട്ടുകൾ കണ്ടെത്തുന്നു, അത് വിളിച്ചു പറയുന്നു, അതിന് തെളിവുകൾ നിരത്തുന്നു, അതിനുശേഷം നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്ര ആ നിലയ്ക്ക് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ, അത് ബീഹാർ മാത്രം ശ്രദ്ധിക്കുന്ന യാത്രയല്ലല്ലോ, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുമ്പോൾ ഇത്രയും ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനം കൈകാര്യം ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വീഴ്ച പറ്റുക? ഈ BD-യും ബീഹാറും എന്നൊക്കെ പറയുമ്പോൾ ബീഹാറികൾ എന്ന പ്രയോഗം തന്നെ ഏത് രൂപത്തിലാണ് പലരും നടത്താറുള്ളതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള മാനസിക നില വെച്ചു പുലർത്തുന്നവരാണോ അങ്ങനെ പോസ്റ്റ് ഇട്ടത് എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ സംശയിക്കുമ്പോൾ ഇതിപ്പോൾ ആദ്യം ബൽറാമിലേക്ക് ചോദ്യം നീളുന്നു. ബൽറാം പറയുന്നു, ബൽറാമിന് അതിൻ്റെ ചെയർമാൻ സ്ഥാനം ബൽറാം ഏറ്റെടുത്തിട്ടില്ല. നമുക്കറിയാം, ആദ്യം അനിൽ ആന്റണി ആയിരുന്നു അത്. അതിനുശേഷം സരിൻ എത്തുന്നു, സരിനും പാർട്ടി വിട്ടു. ഈ പറയുന്ന അനിൽ ആന്റണി BJP-യിലേക്ക് പോയി, സരിൻ CPM-ലേക്ക് പോയി. അതിനുശേഷം ബൽറാം അതിൻ്റെ ചുമതല ഏറ്റെടുത്തെങ്കിലും അദ്ദേഹം അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരാണിത് നോക്കിയിരുന്നത്? ആരുടെയെങ്കിലും ശ്രദ്ധ ഇതിലുണ്ടായിരുന്നു? ആരിലൂടെയാണ് ഇത്തരം പോസ്റ്റുകൾ വരുന്നത്? ആരാണിത് കൈകാര്യം ചെയ്യുന്നത്? അറിയണ്ടേ? പുറത്തേക്ക് ഒരു വിവരവും കിട്ടുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. ശരിയാണ്, സ്മൃതി പറയുന്നതിലൊരു സത്യമുണ്ട്. പൂർണ്ണമായിട്ടില്ല, കാരണം ഞാനത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് AICC അംഗീകരിച്ചത് ഈ ബീഹാറിൻ്റെ കാര്യമല്ല. ഇതിന് മുമ്പ് ഇട്ട ചില പോസ്റ്റുകൾ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച വിഷയങ്ങളെക്കുറിച്ച് KPCC ഡിജിറ്റൽ മീഡിയ തയ്യാറാക്കിയ ചില മുദ്രാവാക്യങ്ങൾ AICC ഇഷ്ടപ്പെട്ടിരുന്നു, P ചിദംബരത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആവേശത്തിലായിരിക്കാം ഇത് ചെയ്തതെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇതിലെന്താ വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ഈ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു സംഘത്തെ ഏൽപ്പിച്ചാൽ ആ സംഘത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്നും KPCC പ്രസിഡന്റ് ഇന്നത്തെ കാര്യം ചോദിക്കാൻ പറ്റുമോ? അപ്പം മുഖ്യ പത്രാധിപർക്ക് എല്ലാ വാർത്തകളും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. പത്രത്തിലെ ഒരു ചാനലിലെ മുഖ്യ എഡിറ്റർക്ക് എല്ലാ വാർത്തകളും നോക്കാൻ പറ്റില്ലല്ലോ എയറിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. അപ്പം പക്ഷേ ഞാൻ ന്യായീകരിക്കുകയല്ല, അത് സ്മൃതി പറഞ്ഞതിൻ്റെ കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കണം, സംശയമില്ല. ഇവിടെ ശ്രീ VT ബൽറാം ഇതിലെ ഒരു കക്ഷിയല്ല. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരാഴ്ച മുമ്പ്, എനിക്ക് തോന്നുന്നത് ഒരു 29-ാം തീയതിയോ 30-ാം തീയതിയോ ഈ ആഗസ്റ്റ് മാസം, അത് സ്മൃതിയാണോ അരുണാണോ എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനൊരു മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ശ്രീമതി ഉമാ തോമസിനെ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ രംഗത്ത് വന്നപ്പോൾ അത് ചർച്ചയായിരുന്നു. നമ്മൾ ഈ ചർച്ചയാക്കി ഈ ഫ്ലോറിൽ തന്നെ. അങ്ങനെ ചർച്ചയാക്കിയപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, VT ബൽറാം 3 മാസം മുമ്പ് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ ഒരാളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, KPCC പ്രസിഡന്റിനോട് സണ്ണി ജോസഫിനോട് പറഞ്ഞത് എന്നെ ഒഴിവാക്കിയിട്ട് പുനഃസംഘടിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ KPCC വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് പുനഃസംഘടിപ്പിക്കലും നീണ്ടുപോയി. ഇതാണെങ്കിൽ ഫലപ്രദമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നതെന്ന് കരുതുന്നു. VT ബൽറാമിനെ ഇന്ന് റിപ്പോർട്ടർ ചാനലിനെ കണ്ടു. VT ബൽറാമിൻ മറ്റേ പോസ്റ്റ് തെറിച്ചു എന്ന്. തെറിച്ചിട്ടില്ല, അദ്ദേഹം നേരത്തെ തന്നെ മാറിപ്പോയി. പിന്നെ തെറിക്കുന്നുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. ശ്രീ ശ്രീകുമാർ, അങ്ങനെ എങ്ങനെ പറയും? ഇന്നിപ്പോൾ സണ്ണി ജോസഫ് എന്നെ പറയുകയാണല്ലോ, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാറാൻ ആവശ്യപ്പെട്ടു. എന്നപ്പോൾ സണ്ണി ജോസഫ് അറിയാണ്ടാണോ അത് നേരത്തെ തന്നെ ഒഴിഞ്ഞത്? ആ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ പറയുന്ന ചെയർമാൻ സ്ഥാനമൊന്നും അദ്ദേഹം സ്വീകരിച്ചിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു ചുമതല ഉണ്ടായിരുന്നേ. അദ്ദേഹത്തിനാണ് ആ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത്. ഞാനത് നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ BD വിവാദം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പൂർണ്ണമായി അതിൽ നിന്ന് മാറ്റുന്നത്. അതൊരു നടപടി തന്നെയാണ്. അതെങ്ങനെയാ അങ്ങനെ അല്ലാതാവുക? അല്ല ഞാൻ പറയട്ടെ സ്മൃതി, അതായത് ബീഹാർ, ബൽറാം, BD എന്നൊക്കെ ഒപ്പിച്ചുകൊണ്ടൊന്ന് സ്മൃതി പറഞ്ഞല്ലോ. ഞാൻ അതുകൊണ്ടൊന്ന് കണക്ട് ചെയ്ത് പറയട്ടെ. അതായത് VT ബൽറാമിനെ ന്യായീകരിക്കേണ്ട എനിക്കില്ലെന്നറിയാമല്ലോ. ഞാനൊരു കാര്യം പറയാം, അത് ബൽറാം ഇത് ഒഴിഞ്ഞിരുന്നു. പക്ഷേ ഒഴിഞ്ഞിരുന്നു വെച്ചാൽ നമ്മൾ സ്ഥാനം, ഞങ്ങളെ പാർട്ടി രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് ഒരു സാധനം ഒഴിഞ്ഞാൽ അത് ഔദ്യോഗികമായിട്ടൊക്കെ കിട്ടുമ്പോൾ കുറേ സമയം പിടിക്കും. അദ്ദേഹത്തെ മാറ്റിയിട്ടുമില്ല, മാറാൻ KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് പുനഃസംഘടിപ്പിക്കുന്ന KPCC പ്രസിഡന്റ്. അത് പുനഃസംഘടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം അതിലുള്ളൊരു മിടുക്കന്മാരാണ്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇപ്പം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മിടുക്കന്മാർ. പക്ഷേ അശ്രദ്ധയുണ്ടായി. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മറ്റേ ഒരു സംഗതി KPCC ഇടുമ്പം അത് AICC ആ മുദ്രാവാക്യം അംഗീകരിക്കുമ്പോൾ ആവേശം കൂടി ഇട്ടുപോയതാണ്. തെറ്റായിപ്പോയി, ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്കൊരു പാഠമായി, ഇനി അവർ ചെയ്യില്ല, കൈ പൊള്ളിപ്പോയി. അതാണ് സംഗതി. അപ്പം ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു സംഭവം ഇത് KPCC-യിലില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇല്ല
അല്ല, ശരിയാണ്, ഹൈക്കമാൻഡ് ഇടപെട്ടെന്ന് മാത്രമല്ല, ഇത് മോശമായി പോയി. കാരണം വെച്ചാൽ രാഹുൽ ഗാന്ധി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ഗോപുരത്തിലേക്ക് കുറച്ച് പെയിന്റ് കോരി ഒഴിക്കുന്ന പോലെ ആയില്ലേ? അത് ശരിയാണത്, സംശയം വേണ്ട. പക്ഷേ ഇതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ അത് പറയാം. പക്ഷേ അതൊന്നുമില്ല. ഇത് 2-3 ദിവസത്തേക്ക് ചർച്ചയാക്കാം. കേരളത്തിൽ നമുക്ക് അതിങ്ങനെ എന്താ പറയുക, ഒരു മാധ്യമ ചർച്ചയാക്കാം. പക്ഷേ അതിൽ CPM-ഉം അതുപോലെ ഇടതുകക്ഷികളും ഏറ്റുപിടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ശരി, VS ജിതിൻ ദേവിലേക്ക്, BJP പ്രതിനിധി. BJPക്ക് എന്തെങ്കിലും നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകുമോ? കാരണം ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന്റെ ഗുണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആത്മവിശ്വാസം. അതിനിടയിലേക്കാണ് ഈ ഒരു പ്രയോഗം വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എക്സ്പോസ്റ്റ് അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന രീതിയിലേക്ക് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു, നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ പ്രതികരണം വരുന്നു, JDUവിന്റെ പ്രതികരണം വരുന്നു. ബി എന്നാൽ ബുദ്ധി എന്ന് കൂടിയുണ്ട്, അതിന്റെ കുറവുണ്ട് കോൺഗ്രസിന് എന്ന് പറയുന്നു. അതോടൊപ്പം B4 BDS, B4 ബീഹാർ എന്ന് പറയുമ്പോൾ C4 കോൺഗ്രസ്, C4 കറപ്ഷൻ എന്നുകൂടി പറയേണ്ടതുണ്ട് എന്നുകൂടി പരിഹസിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് BJPക്ക് അവിടെ ഒരു ഗുണം ഉണ്ടാകുമോ? ബീഹാറിനെ പൂർണ്ണമായും അപമാനിക്കുന്ന ഒരു രൂപത്തിലേക്ക് കോൺഗ്രസ് പോയി എന്ന് ബീഹാർ ജനത വിശ്വസിക്കുമോ? ശ്രീ ജിതിൻ ദേവ്. സ്മൃതി, ഇപ്പം സ്മൃതി തന്നെ സംശയം ഉന്നയിച്ചു. അതായത് ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കൃത്യമായി കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല എന്ന്. പക്ഷേ ഇതേ സംശയം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് സ്മൃതി. ഇത് ഇന്ത്യക്കാർ തന്നെയാണോ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നത്, ഈ ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ എക്സ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ചില ഉദാഹരണങ്ങൾ സ്മൃതിയുടെ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ശ്രീകുമാർ സാർ അദ്ദേഹം ഇവരുടെ മെഡിക്കിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഫൈനലി ദ പോപ്പ് ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഗോഡ്. നരേന്ദ്രമോദിജിയെയും അതേപോലെ തന്നെ പോപ്പിനെയും കൂടെ വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു ട്വീറ്റായിരുന്നു. അത് വിവാദമായ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവർ പിൻവലിച്ചു. അതായത് ദൈവത്തിനെ കാണാൻ ആ പോപ്പിന് അവസരം ലഭിച്ചിരിക്കുന്നു. 1 നേഷൻ 1 ഹസ്ബൻഡ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മുഴുവൻ 146 കോടി ജനങ്ങളും വളരെയേറെ അഭിമാനത്തോടെ പറയുന്ന സാധനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിനുശേഷം ഇവർ ചെയ്തൊരു പോസ്റ്റാണ് 1 നേഷൻ 1 ഹസ്ബൻഡ്, മോഡി ഗവൺമെന്റ് ടു ഡെലിവർ സിന്ദൂർ ടു എവരി ഹൗസ് ഹോൾഡ്. ഇവരുടെ വേറൊരു സാധനമാണ്. ചൈന ടു ബിൽഡ് എയർപോർട്ട് ക്ലോസ് ടു ആസാദ് കാശ്മീർ. ആരുടെയാണ് ഈ ആസാദ് കാശ്മീർ മുദ്രാവാക്യം നമുക്കറിയാത്തല്ലോ, അത് ഇവരുടെ മറ്റൊരു സാധനമാണ്. അതിനുശേഷമാണ് ഇപ്പം ഈ സ്മൃതി സൂചിപ്പിച്ച ഈ ബീഹാർ BD പോസ്റ്റ് വന്നിരിക്കുന്നത്, എക്സിലെ വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ മാത്രമാണോ? നമ്മൾ പരിശോധിക്കണം. എത്ര തവണയാണ് ഇവര് നമ്മുടെ തലയില്ലാത്ത ഭൂപടം, കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭൂപടം എത്ര തവണയാണ് ഈ കർണാടക എക്സ് ഹാൻഡിലും അതേപോലെ കേരളത്തിന്റെ ഹാൻഡിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് സ്മൃതി ചെക്ക് ചെയ്ത് നോക്കിയ സ്മൃതിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. തെലങ്കാന തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് KCR-നെതിരെ. നിങ്ങളുടെ ഭാരതമാതാ സങ്കല്പത്തിലെ മാപ്പിൽ, ഇപ്പോൾ ഗവർണറൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭാരതമാതാ സങ്കല്പത്തിലെ പുറകിലെ മാപ്പിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ചേർന്ന ഒരു ഭാരതമാണ്. അതൊരു വിശാലമായ ക്യാൻവാസാണ്. അതിനെപ്പറ്റി നമ്മൾ സ്മൃതി, അഖണ്ഡ ഭാരത സങ്കല്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇരുന്നാലേ നമ്മൾ മണിക്കൂറോളം നമ്മൾ രണ്ടും കൂടി ഇവിടെ ഇരിക്കേണ്ടി വരും. സ്മൃതി, ഞാൻ ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്ന സ്മൃതി ഒന്ന് അസ്വസ്ഥയാകാതിരിക്കൂ. ദയവായി കേൾക്കാനുള്ള ഒരു മനസ്സ് അങ്ങ് കാണിക്കൂ. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകയല്ലേ. രേവന്ത് റെഡ്ഡി DNA, എന്റെ DNA തെലങ്കാന DNA ആണ്, KCR-ന്റെ DNA ബീഹാർ DNA ആണ്, തെലങ്കാന DNA ആണ് ബീഹാർ DNA-ക്കാൾ ബെറ്റർ. അപ്പൊ ഈ DNA ഇതേപോലെ തന്നെ ജാതീയമായ അധിക്ഷേപം, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ അധിക്ഷേപിക്കൽ, ഓപ്പറേഷൻ സിന്ദൂരിനെ അപമാനിക്കൽ, വംശീയമായി അധിക്ഷേപിക്കൽ, ഈ രാജ്യത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള എക്സ് പോസ്റ്റുകൾ, എക്സ് ട്വീറ്റുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഉണ്ടാകുന്നു. സ്മൃതി കണ്ടിട്ടുണ്ടോ ഈ നാട്ടിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവരുടെ ഒരു ട്വീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളിച്ചെണ്ണ വില ഇത്രത്തോളം കൂടിപ്പോയ സമയത്ത് ഒരു ട്വീറ്റ്, ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇങ്ങനെ പുറമോട്ട് നോക്കുമായിരുന്നു, ഒരു ട്വീറ്റ് പോലും ഇവരുടെ ഇല്ല. കേരളത്തിലെ ഒരു വിഷയങ്ങളെ സംബന്ധിച്ചും ഇവരൊരു ട്വീറ്റ് ചെയ്യാറില്ല. ഇവരെല്ലായ്പ്പോഴും ഇതേപോലെ വംശീയമായ അധിക്ഷേപം, രാജ്യത്തെ അധിക്ഷേപിക്കൽ, ആന്റി നാഷണൽ എലമെന്റ്സുകൾ പ്രചരിപ്പിക്കൽ, ഇങ്ങനെ വംശീയ അധിക്ഷേപത്തിനും ആന്റി നാഷണൽ ഫാക്ടുകൾ പ്രചരിപ്പിക്കാനുമായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് എന്തുകൊണ്ടോ കോൺഗ്രസ് കേരളയുടെ ട്വിറ്റർ ഹാൻഡിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തവണയാണോ
ശ്രീകുമാർ അങ്ങ് ചെക്ക് ചെയ്യണം. പല തവണ ഇവരിത് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു. ഇന്നത്തെ മാപ്പിനകത്തുള്ള ആ വരികളാണ് നിങ്ങൾ വായിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ അപമാനിക്കാൻ മാത്രം ബീഹാർ എന്താ തെറ്റാ ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സ്ഥലമാണ്. സിദ്ധാർത്ഥൻ ബുദ്ധനായി പരിഗണിച്ച ബോധോദയം നടന്ന സ്ഥലം ബീഹാറാണ്. നളന്ദ സർവകലാശാല 10,000-ഓളം ആൾക്കാർ താമസിച്ച് പഠിച്ചിരുന്ന നളന്ദ സർവകലാശാല ഉണ്ടായിരുന്ന സ്ഥലമാണ് ബീഹാർ. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ ബീഹാറിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കും സ്മൃതി. പക്ഷേ ഇവരെ എന്താ പറയാ താരതമ്യം ചെയ്യുന്നത് ബീഹാറിനെ BD-യുമായിട്ടാണ്. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം? അത് ആ സന്ദർഭം കൂടി നോക്കണമല്ലോ. GST കൗൺസിൽ നിരക്കുകൾ BD-ക്ക് 25% നിന്നും 18% നികുതി കുറയ്ക്കുന്നു. BD പൊതിയുന്ന ഇലകളുടെ നികുതി 18% നിന്ന് 5% കുറയ്ക്കുന്നു. ഇത് കുറയ്ക്കുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത്. അതിനെ വിമർശിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വേറെ. അതിനെ നിങ്ങൾ ബീഹാറിലെ മറ്റു നേട്ടങ്ങൾ കൊണ്ട് ഉയർത്തി പറയുമ്പോൾ അതൊക്കെ തന്നെയും കോൺഗ്രസും പറയുന്നുണ്ട്. ഈ യാത്രയിലുടനീളം അവർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ BD-യുടെ മാത്രമാണോ ടാക്സ് കുറച്ചത്? ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ ടാക്സ് കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച്, ഞാൻ ആ വാർത്ത കണ്ട നിങ്ങളുടെ ചാനൽ തന്നെ ടേബിൾ വരച്ച് ഓരോന്ന് ടാക്സ് കുറഞ്ഞതിനെ സംബന്ധിച്ച് വിശദമായ ടേബിൾ അവതരിപ്പിച്ചില്ലേ? BD-യുടെ മാത്രം ടാക്സ് ആണ് അവിടെ കുറച്ചത്. ഞാൻ സ്മൃതി എടുത്ത് ഒരു കാര്യം കാണിക്കാൻ, ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. 2021 ശ്രീ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ BD തൊഴിലാളികളെ കണ്ടപ്പോൾ അവരുടെ വിഷമതകൾ പറഞ്ഞു. 28% GST ആണ്, അത് വലിയ കൂടുതലാണ്, അതിൽ നിന്ന് കുറവുണ്ടാവുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്മൃതി. ടെറിബിൾ GST കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ GST കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള BD പ്രൊഡക്റ്റുകളുടെ GST കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ദൃശ്യം വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ പറയുന്ന ഒരു നിലപാട്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിക്കുക, 13 കോടി ജനങ്ങളെ ഈ തരത്തിൽ വിളിച്ച് ആക്ഷേപിക്കുക, ഇങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവർക്കുള്ളത്? രണ്ടാമതൊരു കാര്യം, ഇപ്പോ ഹൈക്കമാൻഡ് വാളെടുത്തു, പിന്നെ KPCC അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടത് പറയാൻ തയ്യാറായത്? ഇവരുടെ ഘടകകക്ഷി തള്ളി പറയാൻ തയ്യാറായി. അതേപോലെ തന്നെ ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ നിലപാടെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യുന്നറിയാം. അതുകൊണ്ടാണ് തള്ളി പറയാൻ തയ്യാറായത്. ഇന്ന് KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതല്ലേ? പണ്ട് ഒരു സിനിമയ്ക്കകത്ത് ജനാർദ്ദനെ പറ്റി പറയുന്ന പോലെ വിശാലമായ മനസ്സുള്ള ആശാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം വിശാല മനസ്കനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഇവിടെയോ വിശാല മനസ്കനായ VT ബൽറാം ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് രാജിസന്നദ്ധ അറിയിച്ചു. നോക്കൂ, ഒരു സഹപ്രവർത്തകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ സംഘടനാപരമായ നടപടി എടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി. ഇതുവർ തിരിച്ചറിയുന്നില്ല. എന്തിനാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞോളൂ, നിങ്ങൾ BJP വിമർശിച്ചോളൂ, പക്ഷേ നടപടി എടുത്തില്ലേ? സംഘടനാപരമായ നടപടി എടുത്തില്ലേ? ആരെ സംബന്ധിച്ച കാര്യമാണ് ചോദിക്കുന്നെങ്കിൽ നോക്കൂ, സംഘടനാപരമായ നടപടിയെ സംബന്ധിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയ വാർത്താ സമ്മേളനം, തൊട്ടുമുമ്പുള്ള വാർത്താ സമ്മേളനം സ്മൃതി കണ്ടിരുന്നോ? സണ്ണി ജോസഫ് എന്താ പറഞ്ഞത്? അദ്ദേഹം രാജിസന്നദ്ധ അറിയിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇതേ വാചകം തന്നെയല്ലേ ഇന്ന് VT ബൽറാമിന്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത്? ചുമതലയിൽ നിന്ന് മാറാൻ, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ചുമതലയിൽ നിന്ന് മാറാൻ VT ബൽറാം സന്നദ്ധത അറിയിച്ചു. താരതമ്യം ശരിയാണോ? ഏത്? അല്ല, VT ബൽറാമിനെയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ താരതമ്യം ചെയ്തതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അങ്ങ് വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് VT ബൽറാം മാറാൻ രാജ്യസന്നദ്ധ അറിയിച്ചു, നടപടി എടുത്തു എന്ന് പറയാനുള്ള ആർജവം, തന്റെ ഇടം KPCC പ്രസിഡന്റിന് ഇല്ല സ്മൃതി. അതാണ് പറഞ്ഞത്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും VT ബൽറാമിനെയും കൂടെ BJP പ്രതിനിധി വന്നിട്ട് താരതമ്യം ചെയ്തു എന്ന് പറഞ്ഞു വെക്കരുത്. പറഞ്ഞത് ആ നിലപാട് പറയാൻ പോലുമുള്ള ആർജവും തന്റെ ഇടവും KPCC പ്രസിഡന്റ് കാണിക്കുന്നത് സ്മൃതി. അതാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞതും, ശ്രീകുമാർ കേൾക്കുന്നില്ല, പറയൂ പൂർത്തിയാക്കൂ.
ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ മഹത്തായ യാത്രയ്ക്ക് ശേഷം ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞത് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഞങ്ങൾ അതിനെപ്പറ്റി അവകാശവാദമെന്ന് പറയുന്ന ആളല്ല സ്മൃതി. ഞങ്ങൾ ആ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളൊക്കെ ജനജീവൻ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾ ആ ഏറ്റവും അവസാനം തന്നെ 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ബീഹാറിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വികസനമാണ്. ആ വികസനം ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ ഞങ്ങൾ വോട്ട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കേട്ടില്ല, ഇതുവരെ വോട്ട് ചെയ്തത് 45 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തുമാണ്. 45 ലക്ഷം എന്നുള്ള കോടി എന്ന കണക്കിലേക്ക് വരുന്നുവെന്ന് വേറൊരു കണക്കുണ്ട്. സ്മൃതി, ബീഹാറിലെ SIR-നെ സംബന്ധിച്ച് നമ്മൾ എത്രയോ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉൾപ്പെടെ പ്രതിനിധികൾ വന്നിരുന്ന് ചർച്ച ചെയ്താണ്. എന്താണ് ബീഹാറിലെ SIR എന്നും ബീഹാറിലെ SIR എന്തിനാണെന്നും ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ എന്തിനാണ് നടത്താൻ പോകുന്നതും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ. മറുപടി കൊടുത്തോട്ടെ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇരട്ടവോട്ടും മറ്റേ ഒക്കെ വരണ്ടേ സ്മൃതി. തൃശ്ശൂരെ ഇരട്ടവോട്ടും മറ്റേതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, പരിശോധിക്കണ്ടേ. ഇതിനൊക്കെ വന്നു കഴിഞ്ഞു. പരലോകത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്ന കുറെ പാവങ്ങളുണ്ട് കണ്ണൂര്. കണ്ണൂർ അവരൊന്നും സമാധാനത്തോടെ ഇരിക്കും സ്മൃതി. എല്ലാം നോക്കാന്നേ, നമുക്ക് പരിശോധിക്കണം. ഓരോരുത്തരുടെ നമുക്ക് പരിശോധിക്കണം. ആർക്കൊക്കെ എവിടൊക്കെ ഉണ്ടെന്നൊക്കെ പരിശോധിക്കണം. ഗണേഷ് കുമാറിന്റെ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ എല്ലാം പരിശോധിക്കണം. പരിശോധിച്ച് തെളിഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പരിശോധിക്കുന്നവരാണല്ലോ, അവകാശപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിക്കണം. ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വന്നതാണല്ലോ. KPCC അധ്യക്ഷന്റെ പ്രതികരണം കണ്ടതാണ്. ബൽറാമിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ പോകുന്നു എന്ന്. ബൽറാം പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്തായിരുന്നില്ല, അതിന്റെ ചുമതലയായിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ് ആരാണ് ഇട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആരെയും ചൂണ്ടിക്കാണിക്കാനില്ല. ആരോ ഒന്ന് ചെയ്തു, അതിൽ യഥാർത്ഥത്തിൽ ആരാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നും അറിയില്ല. ബൽറാം ഇപ്പോൾ അങ്ങനെ നോക്കാറില്ല എന്നാണ് ഇപ്പോൾ ശ്രീകുമാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തതക്കുറവുണ്ട്, ആര് കൈകാര്യം ചെയ്യുന്നുവെന്ന്. ഇങ്ങനെ ഒരു പോസ്റ്റ്, ഈ പോസ്റ്റ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കി എന്നങ്ങ് കരുതുന്നുണ്ടോ? ഈ കേരള പ്രദേശ് എക്സ് ഹാൻഡിലെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഞാനത് സ്ഥിരമായി ഫോളോ ചെയ്തില്ലെങ്കിലും അത് അത്ര മോശം ഹാൻഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിന് ചെറിയ പ്രശ്നം നേരത്തെ ആരോ സൂചിപ്പിച്ച പോലൊരു കാര്യമുണ്ട്. കാരണം അത് ഞാൻ പലപ്പോഴും അതിൻ്റെ ഈ ഷെയർ ചെയ്ത് കിട്ടാറുള്ളത് പലപ്പോഴും ഇംഗ്ലീഷ് മാത്രം വിനിമയം ചെയ്യുന്ന ഈ അക്കാഡമിക്സിൻ്റെയും ജേർണലിസ്റ്റുകളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിന് മിക്കവാറും കേരളത്തിലെ പുറത്തുള്ള ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിരിക്കണം. ആ ഗ്രൂപ്പുകൾ പലപ്പോഴും ഷെയർ ചെയ്ത് വരുന്നത് കൊള്ളാവുന്ന A ക്ലാസ് എന്ന് പറയാവുന്ന ട്വീറ്റുകൾ ഷെയർ ചെയ്ത് വരാറുണ്ട്, ട്വീറ്റ് ഷെയർ ചെയ്ത് വരാറുണ്ട്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ചല്ല, നാഷണൽ പൊളിറ്റിക്സ്. കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയൊക്കെ തന്നെ വിമർശിക്കുന്ന ഇതുണ്ടാവുന്നത്. പക്ഷേ വളരെ അതിന് ഇംഗ്ലീഷാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് സ്വഭാവമുള്ളതാണ്. അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഫലപ്രദമാവും, എല്ലാവർക്കും ഫലപ്രദമാവുമെന്നും സംശയം എനിക്ക്. അതുപോലെ തന്നെ വളരെ ഇൻസൈസീവ് എന്ന കുളി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇതാണ്. പക്ഷേ അത് പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിക്ക് വളരെ സ്വീകാര്യമായിരിക്കും. പക്ഷേ മാസ് ലെവലിൽ അതൊരു എത്രമാത്രം വിജയകരമാണെന്നതിനെ കുറിച്ച് നമുക്ക് ആ പോസ്റ്റിൽ കണ്ടറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ തന്നെയാണെങ്കിലും ഇന്നിട്ട പോസ്റ്റ് ഇത്തരമൊരു നിലവാരത്തിൽ തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളിത്ര ഹാൻഡിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട, അമിത് മാളവയുടെ IT സെല്ലായിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അമിത് മാളവയുടെ IT സെല്ലിനെ എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെ രാജ്യദ്രോഹമാക്കണം, ഏതിനൊക്കെ ദേശദ്രോഹികളാക്കണം, ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചിത്രീകരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൺസേർട്ടായി. നിങ്ങൾക്ക് സ്വാതി ചെറുവേദിയുടെ പുസ്തകം നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെയാണ് ജേർണലിസ്റ്റുകളെ ഫോളോ ചെയ്ത് ടാർഗറ്റ് ചെയ്യുക, ഇങ്ങനെ രീതിയിലൊരു വളരെ ആസൂത്രിതമായ വലിയൊരു സംഘപരിവാറിനൊരു എക്സ് ഹാൻഡിൽ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യത്തോടാണ് നിങ്ങൾ നേരിടുന്ന സമയത്ത് ഈ ലിബറൽ പൊളിറ്റിക്സ് ഒന്നും ഒരു കാലത്തും മേശാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റ് പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മണിശങ്കരേറിൻ്റെ ഡയലോഗ് പോലെ തന്നെയാണ്. അത് BJP കിട്ടിയ ഏറ്റവും വലിയ ഗുണമായി മാറി. കാര്യം അതിലെൻ്റെ വളരെ മോശപ്പെട്ടൊരു സംവിധാനമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാര്യം ചായക്കാരെന്നൊക്കെ വിളിക്കുന്നത് എന്താ, ചായക്കാർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല. പക്ഷേ അത് പറയുന്നതോടും എന്തുണ്ടായി, അത് നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വാല്യൂ ആയി. ആ വാല്യൂഡേഷൻ ഉപയോഗിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം അപ്പുറത്തുണ്ട്. എങ്ങനെയാണ് ഏതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അത്തരമൊരു മാസ് പൊളിറ്റിക്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം അപ്പുള്ള സമയത്ത് നമ്മുടെ പലപ്പോഴും ഇൻ്റലക്ച്വൽ എന്ന് വിളിക്കുന്ന പോസ്റ്റുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല.
ഇത് ഈ പോസ്റ്റ് അവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം BJP നേതാക്കൾ നടത്തുന്നുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കം ആ രൂപത്തിൽ പ്രതികരിച്ചു. ബീഹാറിനെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തേജസ്വി യാദവ് യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ പോയും വന്നുമൊക്കെയായിരുന്നു. പക്ഷേ തേജസ്വി യാദവ് ഒരുമിച്ച് തന്നെ യാത്രയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. തേജസ്വി യാദവിനും ഇതിൽ കോൺഗ്രസിനോട് നീരസം പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും ആ പോസ്റ്റ് എത്ര പേർക്ക് മനസ്സിലാവും? കാരണം ആ പോസ്റ്റിനകത്ത് ബീഹാറിനെ കുറിച്ച് ഒരു ഇലക്ഷൻ നടക്കുന്ന സാഹചര്യമാണ്. ആസന്നമായ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം പോസ്റ്റ് ഇട്ടാൽ BDNB ബൂത്ത് കോമൺ ബി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ കുറച്ച് ആൾക്കാർക്ക്, അതായത് നേരെ ചൊവ്വ ഒരു കാര്യം മനസ്സിലാക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ഇൻ്റർപ്രിറ്റേഷന് മാത്രം വിധേയാവുന്നൊരു കാര്യമാണ്. അത് വേണമെങ്കിൽ BJP കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അപ്പുറം സമയത്ത് അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് എപ്പോഴാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം? ഞാൻ വളരെ ആലോചിച്ചിട്ട് ഒരു ആസൂത്രിതമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് ആരും കൊണ്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു കൗതുകം ഉണർത്തുന്ന കാര്യം ഉണ്ടായിരുന്നു. കാര്യം BDLയുടെ ബന്ധപ്പെട്ടൊക്കെ ടാക്സ് റേറ്റിൽ മാറ്റം വരുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഉന്നയിക്കും. പക്ഷേ അത് വിശദീകരിച്ചുള്ള വ്യാഖ്യാനാത്മകമാണത്. ആ BJP അത് നന്നായി വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ചു അത് ബീഹാറിലെ അപമാനിക്കുന്ന തരത്തിലാണ്. അത് ആ നെഗറ്റീവിന് ഡോമിനൻസ് കിട്ടും ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ ആലോചിക്കാനുള്ള ഒരു ഈ പബ്ലിക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയസമ്പന്നമായിട്ടുള്ള ഒരു അഭാവം ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻ്റലക്ച്വലായിട്ട് ജേർണലിസ്റ്റുകളോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് മാസ് പൊളിറ്റിക്സ് അങ്ങനെ രൂപപ്പെടുന്നതിനെക്കുറിച്ച് ഒരു അറിവില്ലായ്മ ഇതിൻ്റെ അകത്ത് പലപ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എപ്പോഴാണ് സംഭവിച്ചത്. ഏറ്റവും ഗതികേടെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മറ്റേ കോൺഗ്രസിൻ്റെ ഒരു ഇത് വന്നിരുന്നു. സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ്, ആ റേറ്റിംഗ് എന്ന് വാക്ക് ഉപയോഗിച്ചില്ല, എന്നാലും ഉയർന്ന ഒരു അംഗീകാരം നേടിയ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വോട്ടധികാര യാത്ര രാഷ്ട്രീയത്തിന് അജണ്ട സെറ്റ് ചെയ്യാൻ പര്യാപ്തമായൊരു രാഷ്ട്രീയ യാത്ര രാഹുൽ ഗാന്ധി നടത്താൻ സാധിച്ചു. ഇത് ബീഹാറിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് രാഷ്ട്രീയ വിഷയമാവുകയും അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അജണ്ട കോൺഗ്രസ് സ്വന്തമായി ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇലക്ഷൻ തിരഞ്ഞെടുപ്പായി മാറി. രണ്ടാമതായിട്ട് ഈ തീരുവ പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യം. പക്ഷേ നരേന്ദ്രമോദിയുടെ തന്നെ വളരെ നരേന്ദ്രമോദിക്ക് തന്നെ പോപ്പുലാരിറ്റിയിൽ വലിയ ക്ഷീണം സംഭവിച്ചെന്ന് സർവേകൾ പറയുന്നു. ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാവേണ്ട RJDക്ക് ഉണ്ടാവുന്ന ഒരു നേട്ടം ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കൂ. അത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മത്സരമുണ്ട്. മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി പോലെ അങ്ങനെ വളരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇതില്ലാതെ വ്യാഖ്യാനം മടിയില്ലാത്ത പാർട്ടി ഈ ലിബറൽ രാഷ്ട്രീയത്തോടൊക്കെ പ്രതികരിക്കുന്നതിൻ്റെ വേറൊന്നായിരിക്കും. അവരത് വിദഗ്ധമായി ഉപയോഗിച്ചു. ഈ വിദഗ്ധമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇത് വളരെ കോൺഗ്രസിന് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പല തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നമായ സമയത്ത് ആരെങ്കിലും ആൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, ഒരുപക്ഷെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ആളായിരിക്കും ഇപ്പോൾ കോൺഗ്രസ്. ഇപ്പോൾ മണിശങ്കർ ആവർത്തിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ആ സമയത്ത് എന്തെങ്കിലും അദ്ദേഹം വലിയ ഒരു പ്രസ്താവന നടത്തും. അത് ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും. അദ്ദേഹം പരിചയപ്പെട്ട ഒരു ചെറിയ വരണ്യ ലോകത്ത് വളരെ എന്താ പറയുക ലിബറലും സെക്യുലറായിട്ടുള്ള ആശയമായിരിക്കും. പക്ഷേ ബഹുജനങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും BJPയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ BJP നൽകുന്ന ആഖ്യാനായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അവരുടെ തട്ടിത്തെറിപ്പിക്കപ്പെടുകയും ഇവരുടെ ഇത് മനസ്സിലാക്കേണ്ട പ്രായോഗിക രാഷ്ട്രീയം എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രായോഗിക രാഷ്ട്രീയം കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അറിയുകയും ചെയ്യും. അതെങ്ങനെ രൂപപ്പെടുന്നു, എന്തൊക്കെ തരത്തിലാണ് അതിൻ്റെ അകത്ത് അടവും പയറ്റും ഒക്കെ നടത്താൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു അഭാവം ഇവർക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തിരിച്ചടി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ട്വീറ്റിന് പുറത്താണ് BJP ക്യാമ്പയിൻ നടത്തി അവിടെ ജയിക്കാൻ പോകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വോട്ടധികാര യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിട്ട് ആ ഒരു ആഖ്യാനം ഒരു നരേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഈ നരേറ്റീവ് മത്സരമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക തരത്തിൽ ഡോമിനൻസ് കിട്ടിയിട്ടുണ്ട്. അത് BJP ക്ഷീണപ്പെടുത്തിയിട്ടുള്ള സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ദാമോദർ പ്രസാദ്, ശ്രീകുമാർ ഇപ്പോൾ ശ്രമിക്കുമായിരിക്കാം, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശരി, ശ്രീകുമാർ, ഇപ്പോൾ ഈ രാഹുൽ ഈ വോട്ടുകൊള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയ ആ വാർത്താ സമ്മേളനം, അതിനുശേഷം രാഹുലിന് 13 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്. 60 കോടിയിൽ ഏറെ പേർ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാകട്ടെ 6 ലക്ഷം കൂടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്നുള്ളത്. മോദിക്കത് 1.8 ലക്ഷം പേരാണെങ്കിൽ രാഹുലിന് അതിലപ്പുറം കൂടിയിരിക്കുന്നു, ഇരട്ടിയിലധികമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിക്ക് ഗുണം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും പേർ കണ്ടിരിക്കുന്നു. രാഹുലിനെ വിമർശിക്കാനാണെങ്കിൽ കൂടി അത് പൂർണ്ണമായും കണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ആ നിലയ്ക്ക് അത് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ പാർട്ടി നടത്തുമ്പോഴാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. നേരത്തെ ജിതിൻ്റെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ
എത്രത്തോളം ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ വരുന്നു? ഇപ്പോൾ ഈ എക്സ് പോസ്റ്റിലാണെങ്കിൽ തന്നെയും വേറെ ഒരു വലിയ ഉന്നത നിലവാരത്തിൽ എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പിന് മാത്രം മനസ്സിലാവുന്ന രൂപത്തിലുള്ള പോസ്റ്റുകളാണ് കാര്യമില്ലല്ലോ. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ആ രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നു? ഇപ്പോൾ ഇൻസ്റ്റയുടെ കാര്യം വേറെ, അത് കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് ബൽറാം ഫേസ്ബുക്ക് നന്നായി ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹം എന്താണ് സാധാരണഗതിയിൽ ഇടാറുള്ള പോസ്റ്റുകൾ? ഈ രാഷ്ട്രീയമായി കണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളാണോ സാധാരണഗതിയിൽ നടത്താറുള്ളതോ വ്യക്തിയാധിക്ഷേപമാണോ? ആ രൂപത്തിൽ കൂടി അതിനെ വിലയിരുത്തേണ്ടി വരും. നോക്കൂ ശ്രീമതി സ്മൃതി, ഈ സോഷ്യൽ മീഡിയ മറ്റേ രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടത്തുന്ന പ്രചാരണവും രണ്ടും രണ്ടാണ്. ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞല്ലോ, അദ്ദേഹം ആ വിഭാഗത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി തലവനാണല്ലോ. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഏതാണ്ട് 10-25 ജില്ലകളിൽ ബീഹാറിൽ യാത്ര നടത്തി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, ഒന്നാമത്തെ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, പിന്നെ ആ കാലത്ത് നമ്മുടെ ഭരണഘടനയുടെ 130-ാം ഭേദഗതി ആ സമയത്താണ് ബില്ല് കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ്. എന്താണത്? ജയിലിൽ കിടക്കുന്നത്, ഇത്ര വർഷം ജയിലിൽ കിടന്നാൽ പിന്നെ മത്സരിക്കാനേ പറ്റില്ല. അതൊക്കെ ബീഹാറിലത്തെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വായിക്കണം. പിന്നെ ബീഹാറിലത്തെ ഈ BDയുടെ ഇത് തീരുവ കുറച്ച കാര്യങ്ങളൊക്കെ അവിടുത്തെ കോൺഗ്രസ് അത് പറഞ്ഞ് പ്രതിഫലിപ്പിച്ചിട്ടൊക്കെ അത് പ്രചരണം നടത്തിക്കോളും. അപ്പോൾ അതിന് BJP ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. BJPയുടെ മുമ്പിൽ 2-3 കാര്യങ്ങളുണ്ട്. എന്താണത്? BJPക്ക് ബീഹാറിൽ എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം രാഹുൽ ഗാന്ധി 3 യാത്ര നടത്തി, അറിയാമല്ലോ. ഒന്ന് ഭാരത് ജോഡോ യാത്ര, ഒന്ന് ഭാരത് ജോഡോ ന്യായ് യാത്ര, മൂന്നാമത്തേത് ഈ നമ്മുടെ ഈ വോട്ട് യാത്ര. ഈ 3 യാത്രയും 2 യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ BJPയുടെ ഏകകക്ഷി ഭരണം എന്നുള്ള സ്വപ്നം പരാജയപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ യാത്ര ബീഹാറിൽ നടത്തിയപ്പോൾ അവിടെ നടന്ന ജനക്കൂട്ടം എന്തായാലും BJP അമ്പരിപ്പിച്ചിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ദേശീയ നേതാക്കൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാക്കും, മാധ്യമങ്ങൾ ചർച്ചയാക്കും, അഭിപ്രായ സ്വരൂപകരെ ചർച്ചയാക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ബീഹാറിലത്തെ കുഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇത് ചർച്ചയാവില്ല. അങ്ങനെ ചർച്ചയാകാതിരിക്കുമ്പോൾ അവിടെ ചർച്ചയാക്കാൻ BJP ശ്രമിച്ചു എന്ന് വെക്കുക. അവിടെ അതിലും വലിയ ദുരന്തം നേരിടുകയാണ് അവർ, ഈ BJP മറ്റേ JDU ഭരണത്തിന് കീഴിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലെ വിഷയം എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരാണെന്നറിയില്ല. ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നറിയില്ല എന്നൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതി ഒന്ന് പറയാൻ പാടുമോ? കാരണം സോഷ്യൽ മീഡിയയുടെ തലപ്പത്തുള്ള ആരാന്നൊരു പക്ഷേ പുറത്തറിയും. സോഷ്യൽ മീഡിയ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കലാണ്. അത് കോൺഗ്രസ്സിൽ ആരാ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും ആശയങ്ങൾ പങ്കുവയ്ക്കില്ല. അത് ചില ആശയങ്ങൾ ഒന്ന് തെറ്റിപ്പോകും, അല്ലെ വീഴ്ച സംഭവിക്കും, തെന്നിപ്പോകും, അതൊക്കെ ശരിയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു നിമിഷം കൊണ്ട് ഫേസ്ബുക്കിൽ ഇടുകയല്ലേ. അപ്പോൾ ഇല്ലെന്ന് പറയുന്നില്ല, തെറ്റിപ്പോകും. പക്ഷേ അതിൻ്റെ പേരിലൊന്നും കോൺഗ്രസ്സിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ വേറെ അർത്ഥമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ കോൺഗ്രസ്സിലെ അച്ചടക്ക നടപടി, VT ബൽറാമുമായിട്ട് ബന്ധപ്പെട്ട്, ബൽറാമിനെതിരെ അച്ചടക്ക നടപടിയല്ല, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് BJP പറഞ്ഞിട്ട് കുഴപ്പമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് സ്ഥാനത്ത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും KPCC മാറ്റി നിർത്തിയല്ലോ. BJPയുടെ ഒരു നേതാവിന് നേരെ ഇത് വന്നിട്ട് ആ നേതാവ് ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? അപ്പോൾ സംഘടനാപരമായ തീരുമാനം എടുക്കാൻ ആർജവും ശക്തിയും കഴിവുള്ള പാർട്ടി BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് ഇപ്പം നമ്മൾ 3 പേരിലും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്, സ്മൃതി പറഞ്ഞ പോലെ ആക്ഷേപകരമായ കാര്യങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ കാലിക വിഷയങ്ങളിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് വികാരം കൊണ്ടെടുത്ത് പ്രതികരിക്കും. ആ പ്രതികരണം നല്ലതായിരിക്കും, കാരണം എതിർ ക്യാമ്പുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രതികരണമായിരിക്കും. പക്ഷേ പിന്നീട് ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവം മാറിപ്പോകും. പക്ഷേ അങ്ങനെയല്ല ശ്രീ ശ്രീകുമാർ, സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ അഴിമതി പറയുന്നു, പോലീസിന്റെ അതിക്രമം പറയുന്നു, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടല്ലോ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാധാരണ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷനുകൾ മുടങ്ങിയ പ്രശ്നങ്ങൾ, എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്? എന്തൊക്കെ വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ട് വലിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നടത്തുന്ന പത്രസമ്മേളനങ്ങളിലെ വിവരങ്ങളും ഈ ഗവൺമെൻറ് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസിനുണ്ട്. അതുമാത്രം ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്, CPM, BJP ഈ 3 കക്ഷികൾക്കാണ് സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ളത്. ഇത് ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ സെറ്റപ്പ് ഇന്ന് കോൺഗ്രസ്സിലാണ്.
CPM-ൽ അതൊന്ന് മരവിച്ചു പോയി. എന്താ മരവിക്കാൻ കാരണം? അവർ ഒരു മറ്റേ അധികമായിട്ടുള്ള ഒരു വികാരപ്രകടനം നടത്തിയപ്പോൾ അവരുടെ പാർട്ടി നേതാക്കൾ അതിനെ തള്ളി പറഞ്ഞു. കാര്യം കണ്ടപ്പോൾ സോഷ്യൽ മീഡിയ ടീമിനെ തള്ളി പറഞ്ഞു. അറിയാമല്ലോ ഓരോ മറ്റേ പല രീതിയിലുള്ള പേരുകൾ വന്നത്. ആരാ തള്ളി പറഞ്ഞേ? കണ്ണൂരിലത്തെ CPM നേതാക്കളല്ലേ. അതുകൊണ്ട് അവിടെ ഒരു മരവിപ്പ് വന്നു. നേരെ മറിച്ച് ഇപ്പുറത്ത് തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില വാചകങ്ങൾ തെന്നിപ്പോകും. അത് തെറ്റാണ്, അതിൽ യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളെ ഈ ബീഹാർ വിഷയം ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന സംവിധാനം നന്നായി ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീകുമാർ. അത് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും കൃത്യമായി നടത്തുന്നുണ്ട്. കേരളത്തിലെ അല്ലല്ല, നോക്കൂ സ്മൃതി, ഞാൻ പറഞ്ഞതല്ല, രാഷ്ട്രീയമായ ആരോപണങ്ങളും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണ നേട്ടങ്ങളും വിരിക്കുന്ന രണ്ടും രണ്ടാണ്. ഭരണ നേട്ടങ്ങൾ PRD ഇറക്കിയ പത്രക്കുറിപ്പ് അത് പ്രചരിപ്പിച്ചാൽ മതി. അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? കണക്കുകൾ തെറ്റാണ്. നമ്മൾ എത്രയോ തവണ നമ്മൾ കണക്കുകളെ വികസനത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. ഒക്കെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ് മടുത്തുപോയില്ലേ? അത് വേറൊരു വിഷയം. അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറയാം, ഈ വടക്കേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനം. ഈ CPM-ന്റെ IT സെൽ എന്താ ചെയ്തത്? ഇനിയിപ്പോൾ BJP-യുടെ കാര്യം തന്നെ നോക്കാം. BJP-യുടെ ഈ കാര്യത്തിൽ BJP-യുടെ ശക്തമായൊരു പ്രതികരണമോ പോരാട്ടമോ വന്നിരുന്നോ ഈ കുന്നംകുളം കാര്യത്തിൽ? അതെന്താ വരാത്തത്? അവിടെ കോൺഗ്രസ് അല്ലേ എപ്പോഴും മുന്നിട്ടുന്നത്. അപ്പോൾ കോൺഗ്രസ് അവിടെ എന്തുകൊണ്ടാണ് മുന്നിട്ടിരിക്കാൻ കാരണം? അത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. ഒരു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ട് അത് ഇത്രയും നോക്കൂ. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അടുത്ത കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും ഈ ക്ലിപ്പുകൾ, ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് മാത്രം മതി. കേരളത്തിൽ CPM-ന്റെ അന്ത്യം കുറിക്കരുത് മാത്രം മതി. അവിടെ BJP ഒരു ഘടകമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ശക്തി എന്നൊക്കെ അവർ പറയാമെന്നല്ലാണ്ട് അവരെ ജയിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവരെ ഞാൻ മാറ്റി നിർത്തുകയാണ്. അതിപ്പോൾ ആക്ഷേപമൊന്നും അല്ല കേട്ടോ. കാരണം രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിലൊരു മൂന്നാം കക്ഷിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അവർ പിന്നെ വളർന്നു വരുന്നതായിട്ടൊക്കെ അപ്പം സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ അപ്രസക്തമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പ്രസക്തമാകുന്ന എന്തുകൊണ്ടാണ്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അത് വേറെ വിഷയം, അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു, ഇതിലിപ്പോൾ CPM-ഓ BJP-യോ ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സോഷ്യൽ മീഡിയ വിഷയമാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ ശക്തമായ ടീമുണ്ട് കോൺഗ്രസ്സിന്. ഇവിടെ കേരളത്തിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചീത്തക്കാര്യം ചെയ്താൽ അതല്ലേ പ്രതിഫലിച്ച് നീക്കുക, പുറത്തേക്ക് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നീക്കുക. അത് സംഭവിച്ചു പോയി. ആ സംഭവിച്ചത് പിഴവ് തിരുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് വെച്ച് ബീഹാറിൽ ജയിക്കാമെന്ന് BJP കണക്ക് കൂട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ ബീഹാറിലെ വിഷയം വേറെയാ. അവിടെ 25 ജില്ലകളിൽ 1400-1500 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടത്തിയ പര്യടനം അവിടെ കിടക്കുക. അവിടെ ഈ കേരളത്തിലെ KPCCയുടെ സോഷ്യൽ മീഡിയ സെല്ല് ഇട്ട ഒരു പരാമർശം പിൻവലിച്ചു. ആ പിൻവലിച്ച പരാമർശം അവിടെ എങ്ങനെ പ്രചരിപ്പിക്കുന്ന പറയുന്നത്? അത് ദേശീയ തലത്തിൽ ഇവർക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാം. രണ്ടായിട്ടാണ് കാണേണ്ടത്. ഒന്ന്, അടിസ്ഥാന വർഗത്തിലേക്കുള്ള പ്രചരണ സംവിധാനം. രണ്ട്, ഈ അപ്രതലങ്ങളിലേക്ക്, ഉന്നതലങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സെറ്റപ്പ്, പത്രങ്ങളെ, ചാനലുകളെ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള വിഷയം. അതിൽ BJPക്ക് ഇട്ടുകൊടുക്കാൻ കാരണം അവർക്കുള്ള സംവിധാനം അവിടെയുണ്ട്. പക്ഷേ ബീഹാറിലെത്തുമ്പം അവിടെ നമ്മുടെ RJDയും അതുപോലെ തന്നെ ലല്ലു തേജസ്വിയുടെ പാർട്ടിയും രാഹുലിൻ്റെ പാർട്ടിയും കൂടെ നന്നായിട്ട് നോക്കിക്കൊള്ളും. അതിൽ BJP കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവർ ബുദ്ധിമുട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ 130 ഭരണഘടനാ ഭേദഗതി ബില്ല് ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഇല്ലല്ലോ. പിന്നെ അവർക്ക് അവിടെ ബീഹാറിലെ ഒരു ഇദ്ദേഹം പറഞ്ഞ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മുടെ BJPയുടെ സുഹൃത്ത് നീതി പറഞ്ഞത് പദ്ധതി പ്രഖ്യാപിച്ച എപ്പോഴാണ്? തിരഞ്ഞെടുപ്പ് എപ്പോഴാണ്? നവംബറിലാണ്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊന്നും BJPക്ക് അവിടെ ഒരു നേട്ടം കൊയ്യാൻ പറ്റില്ല. 3 യാത്രകളിൽ 2 കഴിഞ്ഞപ്പോൾ BJPയുടെ 4 കാലിൽ നിൽക്കേണ്ട BJP 3 കാലിലേക്കായല്ലോ. ഏകകക്ഷി രണ്ടുപേരിലെ താങ്ങി നിർത്തുന്നത് 2 പ്രാദേശിക പാർട്ടികളെ 2 യാത്ര കഴിഞ്ഞപ്പോഴേക്കും. ബീഹാറിലെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് നമുക്ക് നവംബറിൽ കാണാം. ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ ജനക്കൂട്ടം, സ്മൃതി പറഞ്ഞ പോലെ ഈ ഫോളോവേഴ്സ് കൂടുന്നതെന്ന് ഞാൻ കാര്യമൊക്കെ എടുക്കുന്നില്ല. പക്ഷേ ഫോളോവേഴ്സ് കൂടിയോ? എന്തുകൊണ്ടാണ് കൂടുന്നേ? രാഹുൽ ഗാന്ധി വരെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഒന്നിനും ഒരു കഴിവില്ലാത്ത മനുഷ്യൻ. എന്നാൽ കഴിവില്ലാത്ത മനുഷ്യനെ ആരാ അംഗീകരിക്കാത്ത? എല്ലാ അഭിപ്രായ സ്വരൂപകരും, എല്ലാ സോഷ്യൽ മീഡിയ താരങ്ങളും, എല്ലാ ലോകരാജ്യങ്ങളും, BJPയിലെ തന്നെ ചില സുഹൃത്തുക്കളും ആ നേതാവിനെ അംഗീകരിച്ചില്ലേ? ഇന്ത്യ സഖ്യം ഒന്നായില്ലേ? ഇന്ത്യ സഖ്യം എവിടെ? വേർതിരിഞ്ഞു പോയില്ലേ? വേറിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞവർക്ക് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണെന്ന് ഈ 3ാം യാത്ര തെളിയിച്ചില്ലേ? ഈ 3ാം യാത്രയാണ് BJPയുടെ കണ്ണു തുറപ്പിക്കുക. സംശയം വേണ്ട. ശരി, ജിതിൻ ദേവ്, അങ്ങേക്ക് മറുപടി നൽകാം ശ്രീകുമാറിന്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിഷയങ്ങളിൽ BJP എത്രത്തോളം അതിൽ പ്രാധാന്യം കാണുന്നു, കേരളത്തിലെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവ് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട വിഷയം, അതിന്മേൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്താണെന്ന ചോദ്യമാണല്ലോ. അതിൽ നിങ്ങൾ എവിടെ?
സ്മൃതി, ഞാൻ അങ്ങേ ആദ്യം ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് 3 പേർക്കാണ് മറുപടി തരേണ്ടുന്നത്. പക്ഷേ ഇവിടെ ശബ്ദത്തിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ ഞാൻ ചുരുങ്ങിയ സമയം എടുക്കും. അങ്ങ് എന്നെ അനുവദിക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ ആദ്യം തന്നെ അങ്ങേക്ക് മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീകുമാറും അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ദാമോദർ പ്രസാദ് സാറും വലിയ ആവേശത്തോടെ വോട്ട് അധികാർ യാത്രയെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചില കണക്കുകൾ അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഭാരത് ജോഡോ യാത്ര ശ്രീ രാഹുൽ ഗാന്ധി UP-യിൽ 80 ലോക്സഭാ സീറ്റുള്ള UP-യിൽ 20 സീറ്റിലാണ് നടത്തിയത്. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സീറ്റ് 3 സീറ്റ്. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് കിട്ടിയത് 9 സീറ്റ്, 17 സീറ്റിലൂടെ അദ്ദേഹം യാത്ര നടത്തി. ബീഹാർ 40 സീറ്റുള്ള ബീഹാറിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ സീറ്റ് 2 സീറ്റ്. ഹരിയാനയിൽ 5 പോയി കിട്ടിയത് 1. മധ്യപ്രദേശിൽ 29 എണ്ണമുള്ള മധ്യപ്രദേശിൽ 15 സ്ഥലത്തൂടെ പോയി കിട്ടിയത് 0. 26 സീറ്റുള്ള ഗുജറാത്തിൽ 5 സ്ഥലങ്ങളിലൂടെ പോയി കിട്ടിയ സീറ്റ് 0. രാജസ്ഥാനിൽ 7 സ്ഥലത്തൂടെ പോയി കിട്ടിയ സീറ്റ് 4. തെലങ്കാനയിൽ 7 സീറ്റിലൂടെ പോയി കിട്ടിയ സീറ്റ് 1. ആന്ധ്രാപ്രദേശിൽ എന്തെങ്കിലും സംശയമുണ്ടോ ശ്രീകുമാറിന്? ശ്രീകുമാർ കൈ ഉയർത്തി കാണി, എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 2 സീറ്റിലൂടെ പോയി അദ്ദേഹത്തിന് കിട്ടിയ സീറ്റ് വോട്ടുകൊള്ള എന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് പറയുന്നത് സീറ്റ് 0. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. നോർത്ത് ഈസ്റ്റിൽ 25 സീറ്റുള്ള മാത്രമായി ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. 25 സീറ്റുള്ള ഒരു നിമിഷം ഞാൻ പറയാം. 25 സീറ്റുള്ള നോർത്ത് ഈസ്റ്റിൽ 11 പോയി കിട്ടിയ സീറ്റ് 6. ഇതാണ് ശ്രീ സ്മൃതി ഭാരത് ജോഡോ യാത്രയുടെ റിസൾട്ട്. ഇപ്പൊ നിങ്ങൾ യാത്ര നടത്തൂ, നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ യാത്ര നടത്തൂ, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കൂ. പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ ഭൂമിക്ക് ആകാശത്തിന് താഴെയുള്ള മുഴുവൻ വിഷയങ്ങളെ പറ്റി സംസാരിച്ചല്ലോ. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ആന്റി നാഷണൽ എലമെന്റ് പ്രദർശിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരു രാജ്യം ഒരു ഭർത്താവ്? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ശ്രീ ദാമോദർ പ്രസാദ് സാർ, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകന്റെ ഉടുപ്പണിഞ്ഞാണ് ഇരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി BJPക്കെതിരെ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ, എന്താണ് ട്രൂ കോപ്പി തിങ്ക്, അതിനകത്ത് ലേഖനങ്ങൾ എഴുതാറുള്ള ആളല്ലേ. ഗബ്ബാർ സിംഗ് ടാക്സ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു. ഗബ്ബാർ സിംഗ് ടാക്സ് ആണ്, ഫെഡറലിസത്തിന്റെ 2 കൈകളും വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി. ഞങ്ങൾ വല്ല വിമർശനങ്ങൾ പറയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അവകാശമാണ്. നരേന്ദ്രമോദി 3ാമത് പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ വേണം ഒരു ഏകാധിപതിക്കെതിരെ രാജ്യം ഒന്നിക്കാൻ എന്ന്. ഞാൻ വായിച്ചു. അത് അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സ്മൃതി ചെയ്യുന്നത്? രാജ്യത്തെ അപമാനിക്കുക, രാജ്യത്തെ ജനങ്ങളെ അഭിമാനിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ബീഹാറിനെ അപമാനിക്കുക, ബീഹാറിൽ ഇരുന്നുകൊണ്ട് മറ്റു സംസ്ഥാനത്തെ അപമാനിക്കുക. ഇങ്ങനെ ഓരോ സമയത്തും ഓരോ നിലപാടുകൾ. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സ്മൃതി ചോദിച്ചു കസ്റ്റഡി മരണത്തെ സംബന്ധിച്ച്. നിങ്ങൾ BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒന്ന് പരിശോധിക്കണം സ്മൃതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാവരും അതിനെ അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനമായിട്ട് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ആ സമരത്തെ നെഞ്ചേറ്റി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് സ്മൃതി. വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്മൃതി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസിത കേരളം എന്നാണ്. ഈ അപകട രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവണം പറയുകയും ചെയ്യും. സ്മൃതി, നിങ്ങൾക്കൊരു വിഷയം കിട്ടിയത് അവസാനം അയ്യപ്പ സംഘമാണ്. അതുവരെ കേരളവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിൽ ഒരു യുവാവിന് അതിക്രൂരമായ മർദ്ദനമേറ്റ വിഷയം നിങ്ങൾ ഏറ്റെടുത്തോ? സ്മൃതി, ആ വിഷയത്തിൽ എത്രമാത്രം BJPയുടെ പ്രതികരണം വന്നിട്ടുണ്ടെന്ന് അങ്ങ് പരിശോധിച്ചാൽ അങ്ങേക്ക് അത് മനസ്സിലാവും. അങ്ങ് അത് കാണാതെ ഈ നാട്ടിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും BJP കൃത്യമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് BJPക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, മാസ്റ്റർ പ്ലാൻ ഉണ്ട്. BJP ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തരാൻ നിങ്ങൾ ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ സംസാരിച്ചു തീർത്തപ്പോൾ അതിന്റെ അവസാനം മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ BJPയുടെ ഭാഗം പറയാനല്ലേ വന്നിരിക്കുന്നത്. അങ്ങ് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥതയാവുന്നത്? അങ്ങ് ഒന്ന് സമാധാനത്തിരിക്കൂ. ഇവിടെ ശ്രീകുമാർ സാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ BJPക്ക് ഇവിടെ ഞങ്ങൾക്ക് BJPയെ മാറ്റി നിർത്തി LDF UDF. സാർ 20% വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് മാറി ഞങ്ങൾ സാർ.
5 പേര് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ BJP വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് അങ്ങ് BJP രാഷ്ട്രീയത്തെ അങ്ങ് കുറ്റം പറഞ്ഞോളൂ, പക്ഷേ അങ്ങ് BJP ചെറുതായി കാണിക്കാൻ ശ്രമിക്കരുത് കേരളത്തിൽ. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങേക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ റിസൾട്ട് കിട്ടും. മറ്റൊരു കാര്യം ശ്രീ ദാമോദർ സാർ പറഞ്ഞത് ഗതികേടാണ് സാർ. ഇത് ഗതികേടല്ല, ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും ഗതികേടല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളാണ്. അത് അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന്റെ പ്രശ്നമാണ് അങ്ങ് ഇതിനെയൊക്കെ ഗതികേട് എന്ന് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഫോളോവേഴ്സ് കൂടിയതിനെ പറ്റി ശ്രീമതി സ്മൃതി പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഒരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയണ്ടല്ലോ അവസ്ഥയൊന്നും, ഞാൻ അങ്ങേ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ ആ സാഹചര്യമൊന്നും. അതുകൊണ്ട് ഇതൊന്നും ജനങ്ങൾ കാര്യമാക്കുന്നില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ടത് രാജ്യത്തിന്റെ വികസനമാണ്. ഈ രാജ്യം നോക്കൂ, നിങ്ങൾ GST പറ്റി ചർച്ച ചെയ്യൂ ശ്രീകുമാർ സാർ. ഈ രാജ്യം എങ്ങനെ ട്രംപിന്റെ തീരുവയെ നമ്മൾ എങ്ങനെ നേരിടുന്നതിനെ പറ്റി ചർച്ച ചെയ്യൂ. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് രാജ്യത്തെ അപമാനിക്കുക, അതിൽ വേദന ഉണ്ടായിരുന്നില്ല, അത് അഭിമാനമായി മുന്നോട്ട് വെക്കുകയുമായിരുന്നു. തിരിച്ചെത്താൻ വിളക്ക് ശേഷം കേരളം നിങ്ങൾ ഉദ്ദേശിച്ചത് കേരള സ്റ്റോറി. ഒരു മിനിറ്റിൽ ശ്രീ ദാമോദർ പ്രസാദ് മറുപടി നൽകണം. അതിനുശേഷം ശ്രീ ശ്രീകുമാറിലേക്ക് കൂടി ഒരു ചെറിയ സമയം. എന്തായാലും ഞാൻ ജിതേന്ദ്രനോട് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തട്ടെ. കാര്യം ലേഖനങ്ങളൊക്കെ അദ്ദേഹം വായിച്ച കാര്യം തീർച്ചയായിട്ടും BJP ഒരു നേതാവ് നിൽക്കുന്നത് അദ്ദേഹം വലിയ വായനക്കാരനാണ്, വായിച്ചതിലേക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം രാജ്യദ്രോഹികൾ, ദേശദ്രോഹികൾ എന്നൊക്കെ വിധി കൽപ്പിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. കാര്യം എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർ വിമർശനം ഉന്നയിക്കുന്നു. അതിനൊക്കെ തന്നെ രാജ്യദ്രോഹം എന്നൊരു കള്ളിയിൽ ഉൾപ്പെടുത്തുന്നത് അനൗചിത്യം എന്ന് മാത്രമല്ല, അത് തന്നെ ഒരു വലിയ രാജ്യദ്രോഹമാണ്. കാര്യം അതൊക്കെ നമ്മുടെ അവകാശം ഹനിക്കലാണ്. വിമർശനത്തെ വിമർശനമായി നേരിടേണ്ടതാണ്, വിമർശനത്തെ വിമർശനമായി നേരിട്ടുകൊണ്ട് അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസ് കൊടുക്കാമല്ലോ. അതാണെങ്കിൽ ഭാരത് ജോഡോ യാത്രയെ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അതിന് തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടായ കാര്യം. പഴയ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കോൺഗ്രസ് ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ സ്വന്തമായി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ സംബന്ധിച്ചിടത്തോളം മോഡിയെ പോലെ അങ്ങേറ്റം, നിങ്ങൾ പറയുന്നത് മോഡിയെ പോലെ അങ്ങേറ്റം പ്രഭാവമുള്ള ഒരു ആളോടാണ് രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഈ വോട്ടധികാര വോട്ടധികാര യാത്രയെ ബന്ധപ്പെട്ട് അതൊരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അജണ്ട, ഇന്ത്യ മുഴുവൻ അജണ്ട സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കോൺഗ്രസ് സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗഡിഗേഡ് എന്ന് പറയുന്ന കാര്യം, കോൺഗ്രസ് ഈ അബദ്ധങ്ങൾ ആവർത്തിക്കുന്നത് കോൺഗ്രസിനകത്ത് വല്ല ആൾക്കാരിൻ്റെ പനപ്പൂർവ്വം ഒപ്പിക്കുകയാണ്. പക്ഷേ അത് സീരിയസ് ആയൊരു വിഷയം തന്നെ ഉണ്ട്. ഞാൻ ഗതികേട് പറഞ്ഞാൽ ലളിതവൽക്കരിക്കുക, സീരിയസ് വിഷയം മാത്രമല്ല. ഇന്ന് എവിടെ എത്തി കാര്യങ്ങൾ PT പളനി മാത്രമല്ല, നേരത്തെ ഈ ശ്രീമതിയെ ഉന്നയിക്കേണ്ട കാര്യമുണ്ട്. ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് കേസ് വരാൻ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് വിമർശനമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പ്രതിപക്ഷ നേതാവിനുള്ള എല്ലാവിധ ഇതും വെച്ചുകൊണ്ട് പറയട്ടെ. പ്രതിപക്ഷ നിലയ്ക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രം വെച്ചുകൊണ്ട് ആന്റണിയും മറ്റേ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് വലിയ തരത്തിലൊരു കലാപകാരിയുള്ള അല്ലെങ്കിൽ VS പോലെ പ്രതിപക്ഷ ഒരു മിനിറ്റ് VS പോലെ പ്രതിപക്ഷ നേതാവല്ല, അവർ പോയി ഭക്ഷണം കഴിക്കും. പക്ഷേ ഇങ്ങനൊരു ആസന്നമായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ഒരു പ്രധാനപ്പെട്ട മറ്റൊരാളാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ പോകുമോ അതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അതിന് മാറി നിൽക്കുകയും നിരാഹാരം ഇരിക്കുകയും ചെയ്യുമായിരുന്നു. കാര്യം തീരുമാനം അറിയുന്നവരെ നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഒരു പ്രതിപക്ഷ VS ആയതുകൊണ്ട് VSനെ തെറ്റിദ്ധരിക്കുന്ന VSനെ പോലെ ആവണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് ആരെങ്കിലും ചെയ്യുമോ? കാര്യം ഗവൺമെൻറ് മുൻമുന്നിൽ നിർത്തിക്കൊണ്ട് എന്താ ചെയ്യുക? യൂത്ത് കോൺഗ്രസ് ആ നടപടി, ആ പോലീസുകാർക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ വരില്ലെന്നും നിരാഹാരത്തിലേക്ക് പറ്റി കടന്നുപോയതിനെ. കാര്യം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷം. പക്ഷേ വളരെ സരസമായിട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും, പുറത്തു വരേണ്ട പ്രസ്ഥാനം പ്രതിപക്ഷമാകുന്നില്ല പെട്ടെന്ന്. നോക്കൂ സ്മൃതി, ഞാൻ രണ്ട് കാര്യത്തിന് ഉത്തരം പറയാനുള്ളൂ. ഒന്ന്, നമ്മുടെ സുഹൃത്ത് അത് ദാമോദർ പ്രസാദ് തന്നെ മറുപടി പറഞ്ഞു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 2014 BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാതെയായി. അതാണ് വളർച്ച. അതവിടെ നിൽക്കട്ടെ. രാജ്യദ്രോഹികളൊന്നുമല്ല ഞങ്ങളൊക്കെ, നല്ല ഒന്നാന്തരം രാജ്യസ്നേഹികൾ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞത്, ഈ വിഷയം TV ചാനലിലൂടെ പുറത്ത് വന്ന സമയത്ത് തന്നെയാണ് ഈ മറ്റേ പ്രതിപക്ഷ നേതാവിടെ ഭക്ഷണം കഴിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഓണക്കാലത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളീയരുടെ ഓണം എന്ന് വെച്ചാൽ സഹവർത്തിത്വവും സമാധാനവും സ്നേഹവും സന്തോഷമാണ്. അതിലൊരാൾ ഊണ് കഴിക്കാൻ വിളിച്ചാൽ പോയിട്ട് ഊണ് കഴിക്കുക, അത്രേ ഉള്ളൂ. വേറെ വിശേഷമൊന്നുമില്ല. സുധാകരനാണെങ്കിൽ പ്രശ്നമില്ല. സുധാകരനോട് എന്താ ചോദിച്ചത്? അത് ശരിയാണ്. സുധാകരൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല, പക്ഷെ അത് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറുമില്ല. ഔചിത്യം എന്നൊരു വിഷയമുണ്ടല്ലോ, ചെയ്യപ്പെടുന്നത്. ശരി, ഔചിത്യത്തിന്റെ അല്ല സ്മൃതി. ഇതിന്റെ സമയത്തിന്
അല്ല, ഇത് സമയത്തിന്റെ പ്രശ്നം, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഇതൊക്കെ അത് വേറെ വിഷയം. ഇതൊരു ചർച്ചയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓണത്തിന് ഊണ് കഴിക്കുന്നതൊക്കെ നമ്മൾ ചർച്ചയാക്കാൻ നമ്മളെ പാതാളത്തിലേക്ക് താണുപോകും. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.